രണ്ടാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആശയമറിഞ്ഞ് അംഗീകരിക്കുക എന്നതാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ മദ്രസ തലങ്ങൾ മുതൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് കേട്ട് ശീലിച്ച ആളുകളാണ്. എന്തിനേറെ ചെറിയ മക്കളെ ഉറക്കുന്ന ഒരു മാതാവ് പോലും ആ കുട്ടിക്ക് ചിലപ്പോൾ താരാട്ടായി പറഞ്ഞു കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു വചനമായിരിക്കും. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമായി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ പറയാറുണ്ട്, ഇതൊക്കെ നേരത്തെ കേട്ട് പരിചയിച്ച ഒരു വാക്യമാണ്, ഇത് അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിൻ്റെ അർത്ഥമോ അതിൻ്റെ ആശയമോ അതിൻ്റെ വിശാലമായ തലങ്ങളിലേക്ക് ഒരിക്കലും കടക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസുകളിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ച് ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം ആ ഒരു കലിമത്ത് അവന് ചൊല്ലാൻ പോലും കഴിയുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ. ഒരുവന്റെ അവസാനത്തെ വചനം, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ചാൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ചുകൊണ്ട് ഒരുവൻ മരണപ്പെടാൻ സാധിച്ചാൽ അവൻ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഓരോ വിശ്വാസികളും നിർബന്ധമായി പഠിക്കേണ്ട ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. കേവലം അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ വിശാലമായ അവസ്ഥകൾ, ഓരോ ഭാഗങ്ങളും കൃത്യമായി പഠിക്കേണ്ട ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് തയ്യാറാകാനുള്ള പ്രത്യേക സാഹചര്യം പോലും എന്തായിരുന്നു? അവിടെ അബൂജഹലിനോടും കൂട്ടരോടും യുദ്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധമായ ഒരു ബാധ്യതയായി മാറിയത് പോലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു കാരണത്താൽ തന്നെയായിരുന്നു. ഇരു കൂട്ടരും അള്ളാഹുവിനെ പറ്റി അറിയുന്നവർ തന്നെയാണ്, അള്ളാഹുവിനോട് തേടുന്നവർ തന്നെയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ കൃത്യമായി അംഗീകരിച്ചൊരു വിഭാഗവും അത് അംഗീകരിക്കാത്തൊരു വിഭാഗവും തമ്മിലായിരുന്നു അന്ന് അവിടെ ഒരു യുദ്ധം തന്നെ നടന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പഠിക്കാൻ വേണ്ടി ആളുകളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ വൈമനസ്യം കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് താല്പര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ പഠിക്കാൻ വരൂ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നതിൽ ഒരു ഉഷാറില്ലാത്തൊരവസ്ഥയാണ് അധികം ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റു തര വിഷയങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകമായി താല്പര്യം കാണിക്കും. പ്രത്യേകിച്ച് ഏറെ തർക്കത്തിലിരിക്കുന്ന വിഷയമാണെങ്കിൽ അതിനോടൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആലയെ പറ്റി പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അതാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് നീ നല്ലപോലെ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖത്തുൻ മുഖ്ലിസൻ, ഒരുവൻ ആത്മാർത്ഥമായി വളരെ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുവൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാഇ ഹത്താ തുഫ്ദിയ ഇലൽ അർശ് മജ്തനബൽ കബായിർ. ഒരുവൻ വൻ പാപങ്ങളെല്ലാം ഒഴിവാക്കുകയും ഏറ്റവും ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവന് വേണ്ടി ആകാശ കവാടങ്ങൾ പടച്ചറബ് തുറന്നിട്ട് കൊടുക്കുമെന്ന് വിശുദ്ധമായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത്രയും ശ്രേഷ്ഠമായൊരു വാക്യമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് പറയുകയും ചെയ്താൽ അവന് വേണ്ടി ആകാശ കവാടങ്ങൾ അവന് വേണ്ടി തുറന്നിട്ട് കൊടുക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം, അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും നല്ല ദിക്റായിക്കൊണ്ട് ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വാസികളായ ഓരോ ആളുകൾക്കും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഏറ്റവും നല്ല ദിക്റായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈമാനിൻ്റെ ശാഖകളെ സംബന്ധിച്ച് പറയുന്ന സമയത്തും അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ കാര്യം അതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തന്നെയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തരികയാണ്. പക്ഷെ നമ്മുടെ നാടിൻ്റെയൊക്കെ അവസ്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലാഹുവല്ലാത്ത എത്രയോ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, റബ്ബല്ലാത്ത മറ്റു പല പടപ്പുകളോടും സഹായം തേടുന്ന ഒരു ദുരവസ്ഥ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കാത്തൊരു പാപമാണ് ശിർക്കെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ.
ഇത് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അള്ളാഹു ഒരിക്കലും അത് പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത ഏതൊരു പാപവും അല്ലാഹു തആല അവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം, ചില ഹദീസുകളും മുൻഗാമികളുടെ വാക്യങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഒരു വ്യക്തിയോട് താബിഈങ്ങളിൽപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അത് സ്വർഗ്ഗത്തിന്റെ താക്കോലല്ലേ എന്നൊരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ബല വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാനുൻ. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഏതൊരു താക്കോലിനും അതിൻ്റെതായിട്ടുള്ള പല്ലുകളുണ്ട്. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാനുൻ ഫുതിഹ ലക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പല്ലുകളുള്ള താക്കോലുകളുമായാണ് നീ വാദിക്കൽ ചെല്ലുന്നതെങ്കിൽ അത് നിനക്ക് വേണ്ടി തുറന്നിട്ടു തരും. വഇല്ലാ ലം യുഫ്തഹ ലഹ്. എന്നാൽ അതിന്റെ പ്രത്യേകമാക്കപ്പെട്ട കൃത്യമായ പല്ലുകളില്ലാത്ത ഒരു താക്കോലാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും തുറക്കപ്പെടുന്നത് തരികയില്ല എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകൾ നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ശ്രേഷ്ഠതകളെ വിശദീകരിക്കുന്ന ഹദീസുകളും സ്വഹാബത്തിന്റെ വചനങ്ങളും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും.